പ്രവർത്തകരെ, പ്രിയ കലാസ്നേഹികളെ, ലോകാരംഭം മുതൽ ഇന്നോളം കാലം നമുക്ക് സമ്മാനിച്ച ചരിത്ര പുരുഷന്മാരുടെ എണ്ണം വളരെ ഏറെയാണ്. ചരിത്രത്തിന്റെ ഭാഗതയെ നിർണയിച്ച അവരിൽ പലരും ഇന്നും കാലാതിവർത്തികളാൽ ജനമനസ്സുകളിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. ക്രിസ്തുവും കൃഷ്ണനും നബിയും വാണനും സമരാഗമെന്നോതി ഗാന്ധിയും ദിഗ്വിജയ അലക്സാണ്ടറും അറ്റമിത്താത്തൊരു നീണ്ട നിര തന്നെ. ഇവരൊക്കെ ചരിത്ര പുരുഷന്മാർ തന്നെ, സംശയമേതുമില്ല. കാലം നീതി കാണിക്കാതെ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടവരും ഏറെയുണ്ട്. ഇങ്ങനെ പറയുവാൻ കാരണവുമുണ്ട്. യുദ്ധത്തിൽ പടവെട്ടുന്നത് പടയാളികളും സേനാ നായകരുമാണെങ്കിലും യുദ്ധവീരൻ എന്ന ഖ്യാതി കിട്ടുന്നത് അന്തഃപുരങ്ങളിൽ ഒളിച്ചു കഴിയുന്ന രാജാവിനാണ്. താജ്മഹൽ നിർമ്മിച്ച യഥാർത്ഥ ശില്പി അന്വേഷിക്കാത്ത നാം അതിന് നിർമ്മാണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ച ഷാജഹാൻ ചക്രവർത്തിയെ താജ്മഹൽ നിർമ്മിച്ച രാജശില്പി എന്ന് പാടി വാഴ്ത്തുന്നു. കാലമത്സ്യൂതം തുടരുന്ന ഈ നീതികേടിന് മറുപടി എന്ന വണ്ണം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു യഥാർത്ഥ യുദ്ധവീരന്റെ കഥ. യവന കഥയിലെ ചിരകാല നായകന്റെ കഥ. എന്റെ കഥയ്ക്കും കഥാനായകനും പേര് ഒന്ന് തന്നെ, അഖിലസ്. പോരാളിയാണ് അഖിലസ്. അവനെ ഒന്ന് നോക്കൂ. ബാഹു, കൈകളും കാലുകളുമൊക്കെ മാംസ നിർമ്മിതമാണോ അതോ മറ്റു വല്ല ലോഹക്കുട്ടകളും ഉരുക്കിക്കണങ്ങി നിർമ്മിച്ചതാണോ എന്ന് സംശയം തോന്നും. അത്രയ്ക്കുണ്ട് ആകാര ഭംഗി. നമ്മുടെ ചില വള്ളി പോലെ ഇരിക്കുന്ന ചെക്കന്മാർ ജിംനേഷ്യങ്ങളിൽ പോയി കാശും കൊടുത്ത് മുക്കി മൂടുന്നത് അഖിലസിന്റെ വരമേ കാണുന്ന ആ സിക്സ് പാക്ക് ഉണ്ടാക്കാനല്ലേ. പക്ഷേ അഖിലസിന് അതൊക്കെ സ്വാഭാവിക സമ്പത്ത് മാത്രമായിരുന്നു. നെഞ്ചു വിരിച്ച് ആ യുദ്ധവീരൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് അവന്റെ ഭൂതകാലത്തേക്ക് ഒരു യാത്ര പോകാം. ഒരു നവജാത ശിശുവിനെ കരച്ചിലല്ലേ കേൾക്കുന്നത്. ദൈവാംശമുള്ള അഭൗമ സുന്ദരി തെറ്റിസ് ഒരു പിഞ്ചു പൈതന് ജന്മം കൊടുത്തിരിക്കുന്നു. ഗ്രീക്ക് ദേവനായ സിയൂസ് മോഹിച്ച പെണ്ണായിരുന്നു തെറ്റിസ്. പക്ഷേ അവൾ ജന്മം കൊടുക്കുന്ന കുഞ്ഞ് പിതാവിനെ വെല്ലുന്നവനായിരിക്കും എന്ന പ്രവചനം കേട്ടപ്പോൾ ദേവനും ഒന്ന് ഭയന്നു. ഒടുവിൽ പീരിയസ് എന്ന ധീരെ അവളെ സ്വന്തം സഖിയാക്കി. ആ ദാമ്പത്യ വെല്ലുവിളിയിൽ വിരിഞ്ഞ പുഷ്പമാണ് നമ്മുടെ കഥാനായകൻ അഖിലസ്. സ്വന്തം കുഞ്ഞ് ശക്തി പ്രാപിക്കുവാൻ അമ്മ അവനെ പുണ്യനതയായ അബ്രോസിയായി നോക്കി. എന്നൊരു വരം കൊണ്ട് നൽകപ്പെട്ടു. അഖിലസ് വളർന്നു മഹാനായ യോദ്ധാവായി. അതാ എന്തിനെ നേടുവാനുള്ള തന്നെടുത്തോടെ നെഞ്ചു പിരിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ടിട്ട് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അതെ, അത് തന്നെ. കാര്യം എന്തെന്ന് വെച്ചാൽ സ്പാർട്ടയുടെ രാജാവായ മെനലിസിന്റെ ഭാര്യ ഹെലനെ സമാധാന ദൂതരെ വന്ന പാരിസ് രാജകുമാരൻ ആര് പറയാൻ തട്ടിക്കൊണ്ടുപോയി. അയ്യേ, ഒരു പെണ്ണിന് വേണ്ടിയാണോ ഈ യുദ്ധം എന്ന് നിങ്ങളാരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ട. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണ് ഹെലൻ. മെനലിസിനെ സഹിക്കുമോ? പക്ഷേ യുദ്ധത്തിന് പോകണമെങ്കിൽ അഖിലസ് കൂടെ വരും. അങ്ങനെ ട്രോയ് ലക്ഷ്യമാക്കി അവർ പുറപ്പെട്ടു. അഖിലസിന്റെ സൈന്യത്തിന് സാധിച്ചില്ല. മെനലിസിന്റെ സഹോദരൻ ആഗ്മെമൻ ചിന്താക്കുടനെ. അഖിലസ് ഇങ്ങനെ പോയാൽ നമുക്ക് അധിക
പിടിച്ചെടുക്കാൻ സാധിക്കില്ല. മരിച്ചു വീണ്ടിന് മുമ്പ് മടങ്ങിപ്പോന്നാണ് നല്ലത്. സാധ്യമല്ല. ഹെക്ടറുടെ തല ഈ മണ്ണിൽ കുത്താതെ അക്കിലസിന് മടക്കമില്ല. ഇന്നവൻ കൊന്നു തള്ളിയത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഹെക്ടറെ ഞാൻ കൊന്നുവീട്ടിരിക്കും. ഹെക്ടർ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ട്രോയിയുടെ രാജാവായ പ്രിയാമിന്റെ സീമന്ത പുത്രൻ, ഹെലനെ തട്ടിക്കൊണ്ടുപോയ പാരിസ് രാജകുമാരന്റെ ജ്യേഷ്ഠ സഹോദരൻ, ഊന്നമറ്റ പോരാളി. ട്രോയിയുടെ പടയിൽ നയിക്കുന്നതും മറ്റാരുമല്ല, ഹെക്ടർ തന്നെ. പിറ്റേന്ന് പ്രഭാതമായി അക്കിലസിന്റെ തേര് ട്രോയ്ക്കോട്ട ലക്ഷ്യമാക്കി പാഞ്ഞു. ഇന്നത്തെ യുദ്ധം നീയും ഞാനും തമ്മിൽ മാത്രമായിരിക്കും. ഇന്നത്തെ സൂര്യാസ്തമയം കാണാൻ നമ്മളുടെ ഒരാളെ ശേഷിക്കുകയുള്ളൂ. അഖിലസ് വെല്ലുവിളിച്ചു. പിതാവായ പ്രിയാം രാജാവിനോട് അമ്മ മഹാറാണിയോട് അനുഗ്രഹം വാങ്ങി ഹെക്ടർ കോട്ടയ്ക്ക് പുറത്തേക്ക് നടക്കാനായി. തെല്ലൊന്ന് തിരിഞ്ഞു നോക്കി. അതാ തന്റെ പ്രിയ പത്നി, കയ്യിൽ കണ്ടു കൊതി തീരാത്ത തന്റെ പൊന്നോമന മകൻ. ഹെക്ടറുടെ കണ്ണുകളിൽ നനവ് പടർന്നു. പാടില്ല, യുദ്ധവീരൻ ആണ്ടവികാരിയെ കടിപ്പെടാൻ പാടില്ല. നിശ്ചയദാർഢ്യത്തോടെ ഹെക്ടർ കോട്ടയ്ക്ക് വിടയിലേക്ക് നടന്നു. പിന്നീട് അവിടെ നടന്നത് ഗംഭീരമായൊരു വാൾപ്പയറ്റാണ്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് പോരാളികൾ തമ്മിലുള്ള ഭീകര യുദ്ധം. വാൾത്തലകൾ തമ്മിലിടഞ്ഞു. മരണത്തിൻ നെടുനാടി ലോകത്തിൽ ഇതുവരെയാരും കാണാത്ത ഭീകര യുദ്ധം. വാൾത്തലകൾ കോർത്തു. മണിക്കൂറുകൾ നീണ്ടു നിന്ന പോരാട്ടം. ഹെക്ടർ അല്പം ഒന്ന് തളർന്നിരിക്കുന്നു. അഖിലസ് മടിച്ചില്ല. ഹെക്ടർ നിരാശനായി നിലത്ത് വീണിരിക്കുന്നു. ഹെക്ടറുടെ പിതാവും മാതാവും ഭാര്യയും ഒക്കെ കാണിക്കെ ഹെക്ടർ വീരമൃത്യു വരിച്ചിരിക്കുന്നു. കലിയടങ്ങാത്ത അഖിലസ് ഹെക്ടറുടെ മൃതശരീരം സ്വന്തം തേരിൽ കെട്ടിവരിച്ചു. സ്പാർട്ടൻ പാളയം ലക്ഷ്യമാക്കി തീരെ നീങ്ങുമ്പോൾ ഹെക്ടറുടെ ശവശരീരം കൂത്ത മൂത്ത കല്ലുകളിൽ കട്ടിയും തെറിച്ചു അതിന്റെ പിറകെ നിരങ്ങി നീങ്ങി. ആ കാഴ്ച കണ്ട് പ്രിയാമിന്റെ കണ്ണുകൾ കലകി, ഉള്ളം തേങ്ങി. രാജാവാണെങ്കിലും അദ്ദേഹം ഒരു പിതാവല്ലേ. രാത്രിയായിരിക്കുന്നു. അഖിലസിന്റെ കൂടാരവാതിൽക്കൽ ഒരാളനക്കം. അത് മറ്റാരുമായിരുന്നില്ല, ട്രോയിയുടെ രാജാവായ പ്രിയാമായിരുന്നു. സ്പാർട്ടൻ പടയാളികളെ കണ്ണു വെട്ടിച്ച് എങ്ങനെ ഇവിടെ എത്തി എന്ന് അഖിലസ് ആരാഞ്ഞപ്പോൾ പ്രിയാം ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്റെ നാട്ടിലെ വഴികൾ നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം. ഞാൻ വന്നത് എന്റെ പുത്രന്റെ മൃതശരീരം വിട്ടു തരുവാൻ അപേക്ഷിക്കാനാണ്. ധീരനായ എന്റെ പുത്രന് വേണ്ട വിധത്തിലുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനെങ്കിലും നിങ്ങൾ എന്നെ അനുവദിക്കണം. ഒരു വൃദ്ധ പിതാവിന്റെ അപേക്ഷയാണ്. അഖിലസിന് മനസ്സിരിക്കും. ഹെക്ടറുടെ മൃതശരീരം വിട്ടുകൊടുത്ത അദ്ദേഹം പ്രിയാമിന് സുരക്ഷിതമായി ട്രോജൻ കോട്ടയിലേക്ക് എത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിനായി 7 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കാനും അഖിലസ് തീരുമാനിച്ചു. യുദ്ധം പുനരാരംഭിക്കുന്ന ദിനം വന്നാട്ടിയിട്ടും സ്പാർട്ടൻ പടയാളികളുടെ പൊടി പോലുമില്ല. പകരം ഒരു വലിയ കുതിരയുടെ രൂപം അവിടെ കണ്ടു. തടിയിൽ തീർത്ത വലിയൊരു കുതിര. രൂപിയായ ആ കുതിരയിൽ ആഘോഷാരങ്ങളോടെ തങ്ങളുടെ കോട്ടയ്ക്കുള്ളിലേക്ക് ഉന്തി തള്ളി വലിച്ചുമൊക്കെ ഒരു പ്രകാരത്തിലെത്തിച്ചു. ഒരു ദശാബ്ദത്തോളം നീണ്ടുന്ന യുദ്ധത്തിൽ വിജയികളായത് അവർ എല്ലാം മറന്ന് ആഘോഷിച്ചു. പാട്ടും നൃത്തവും സുരപാനവുമായി രാത്രി വൈകുവോളം ആഘോഷം നീണ്ടു. കുടിച്ചുന്നതരായ ട്രോജൻ പടയാളികളും സേനാനായകരുമെല്ലാം ബോധം തുടങ്ങി. എങ്ങും ശ്മശാനമുഖത. പക്ഷേ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു അത്. കുതിരയുടെ ശില്പത്തിനതാ ഒരു വാതിൽ തുറന്നു വന്നിരിക്കുന്നു. അതിനുള്ളിൽ പതുങ്ങിയിരുന്ന സ്പാർട്ടൻ പടയാളികൾ ഒന്നതായി കയറി തൂങ്ങി താഴെത്തി. പിന്നീട് അവിടെ നടന്നത് ഒരു കൂട്ട കുതിരയാണ്. അഖിലസിന്റെ കൂർമ്മ ബുദ്ധിയിൽ തെളിയ ആശയം അങ്ങനെ സാർത്ഥകമായി. യുദ്ധം 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 ഇത്
വിജയം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ട്രോജൻ പടയാളികളെ അഖിലസ് ഒന്നൊന്നായി വെട്ടിവീഴ്ത്തി. ആയുധങ്ങളില്ലാത്തവരെ നേരിൽ നിന്ന് പൊരുതാത്തവരെ അഖിലസ് ആക്രമിച്ചതേയില്ല. പക്ഷേ ഈ മാന്യതയൊന്നും പാരിസ് രാജകുമാരൻ കാണിച്ചില്ല. ഭീരുവായകുമാരൻ ഒരു തൂണിന് പിറകിൽ മറിഞ്ഞിരുന്ന് യുദ്ധത്തിൽ മുഴുകിയിരുന്ന അഖിലസിനെതിരെ ഒരമ്പ് തൊടുത്തു. പിന്നിൽ നിന്നുള്ള ഒരാക്രമണം, യുദ്ധത്തിന് നിരക്കാത്ത ഒരാക്രമണം. അമ്പ് അഖിലസിന്റെ ഉപ്പൂറ്റിയിൽ തുടങ്ങിയേറി. ഉപ്പൂറ്റിയിൽ എടുക്കുന്ന മുറിവ് മാത്രമേ തന്റെ മരണ കാരണമാവുകയുള്ളൂ എന്നോർത്ത രണവീരൻ തന്റെ മരണം അടുത്തെന്ന് മനസ്സിലാക്കി. മനസ്സില കയ്യിലിരുന്നവൾ പാരിസ് രാജകുമാരനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അങ്ങനെ ചതിയനായ പാരിസും മൃത്യുവരിച്ചു. പട്ടൻ വിജയം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് അഖിലസിന്റെ ചേതനെത്തിയത്. പക്ഷെ ചരിത്ര നീതികേട് കാണിച്ചില്ല. യവന കഥയിലെ സകല രാജാക്കന്മാർക്ക് മുകളിലാണ് ചരിത്രം അഖിലസിനെ പ്രതിഷ്ഠിച്ചത്. ദാ നോക്കൂ, കാലങ്ങളേറെ കഴിഞ്ഞിട്ട് ഒളിമങ്ങാൻ നിൽക്കുന്ന ആ